എല്ലാവർക്കും ഭൗതികശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കമ്പിച്ചുറ്റിൽ നാം നൽകിയ AC വൈദ്യുതിയെ മറ്റൊരു കമ്പിച്ചുറ്റിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാതെ എത്തിക്കാൻ കഴിയും എന്ന് നാം ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. ഈ ഒരു പ്രവർത്തനം, അതായത് ഒരു ചാലകത്തിൽ AC നൽകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ACയിലെ വ്യതിയാനം അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിലെ വ്യതിയാനം അടുത്തുള്ള മറ്റൊരു കമ്പിച്ചുറ്റിൽ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് വൈദ്യുതകാന്തിക പ്രേരണത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണെന്നും നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ നാം അടുത്തടുത്തായി രണ്ട് സെറ്റ് ചാലക കോയിലുകൾ അഥവാ രണ്ട് സോളിനോയിഡുകൾ കാണുന്നു, അല്ലേ? ഇതിലൊന്നിൽ മാത്രം നാം വൈദ്യുതി നൽകുന്നു. നാം വൈദ്യുതി നൽകുന്ന കോയിലാണ് പ്രൈമറി. പ്രൈമറി സ്വിച്ച് ഓണാക്കിയ അവസരത്തിൽ സോളിനോയിഡ് ഒരു കാന്തമായി മാറുകയും ഫ്ലക്സിന് ചലനമുണ്ടാവുകയും ചെയ്തു. ഇത് കാരണം അടുത്തുള്ള ചാലക ചുറ്റിൽ ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെട്ട് EMFഉം കറണ്ടും ഉണ്ടായി. ഇങ്ങനെ കറണ്ട് ഉണ്ടായ കോയിൽ സെക്കൻഡറി എന്നറിയപ്പെടുന്നു. ഇപ്പോൾ വീണ്ടും പ്രൈമറിയിൽ കറണ്ടിനൊരു മാറ്റം. അപ്പോൾ സെക്കൻഡറിയിൽ മുൻപത്തേതിൻ്റെ വിപരീത ദിശയിൽ കറണ്ടുണ്ടായി, അല്ലേ? പ്രൈമറിയിൽ AC നൽകിയപ്പോൾ അവിടെ തുടർച്ചയായി കറണ്ടിന് മാറ്റമുണ്ടാവുകയും അതിനനുസരിച്ച് സെക്കൻഡറിയിൽ തുടർച്ചയായി കറണ്ട് ഉണ്ടാകുകയും ചെയ്തു, അല്ലേ? ഇപ്രകാരം ഒരു കോയിലിൽ കറണ്ടിൽ ഒരു മാറ്റമുണ്ടായാൽ സമീപമായ കോയിലിൽ EMFഉം കറണ്ടും പ്രേരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കോറായി പച്ചിരുമ്പ് പ്രവേശിപ്പിച്ചപ്പോൾ ഫ്ലക്സ് സാന്ദ്രത, ഫ്ലക്സ് വ്യതിയാന നിരക്ക്, സെക്കൻഡറിയിലെ EMF, കറണ്ട് എന്നിവയെല്ലാം കൂടുന്നു, അല്ലേ? എന്നാൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കമ്പിച്ചുറ്റിൽ നിന്നും വൈദ്യുതി മറ്റൊരു കമ്പിച്ചുറ്റിലേക്ക് എത്തിക്കുക മാത്രമാണോ സാധ്യമായിട്ടുള്ളത്? അല്ല. നമുക്ക് AC വൈദ്യുതിയെ മറ്റൊരു കമ്പിച്ചുറ്റിലേക്ക് വോൾട്ടത വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് എത്തിക്കാനും കഴിയും. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നാം AC വൈദ്യുതിയുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോർമറുകൾ. രണ്ട് കമ്പിച്ചുറ്റുകളാണ് ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു പച്ചിരുമ്പ് കോറിനു മുകളിൽ ചുറ്റിയിട്ടുള്ള രണ്ട് കമ്പിച്ചുറ്റുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നാം മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ നമുക്ക് ആവശ്യമുള്ള വോൾട്ടത ഒരു കമ്പിച്ചുറ്റിൽ നൽകിക്കൊണ്ട് മറ്റൊരു കമ്പിച്ചുറ്റിൽ നിന്നും ലഭ്യമാക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെ രണ്ട് കോയിലുകൾ നിങ്ങൾക്ക് കാണാം. ഒരു കോയിലിൽ നാം DC വൈദ്യുതി നൽകിയിരിക്കുന്നു, മറ്റൊരു കോയിലിൽ AC വൈദ്യുതിയും നൽകിയിരിക്കുന്നു. DC വൈദ്യുതി നൽകിയിരിക്കുന്ന കോയിലിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമേ ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ AC വൈദ്യുതി നൽകിയിരിക്കുന്ന കമ്പിച്ചുറ്റിൽ നിരന്തരം വൈദ്യുതിയുടെ ദിശ മാറുന്നതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് ദ current is changing in AC, so there is a change of flux always. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കോയിൽ AC നൽകിക്കൊണ്ട് അത് മറ്റൊരു കോയിലിന് സമീപം വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ സമയത്ത് ഒന്നാമത്തെ കമ്പിച്ചുറ്റിലുള്ള ഫ്ലക്സ് വ്യതിയാനം കൊണ്ട് രണ്ടാമത്തെ കമ്പിച്ചുറ്റിൽ വൈദ്യുതകാന്തിക പ്രേരണം നടക്കുകയും, അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുകയും അവിടെ വൈദ്യുതി രൂപപ്പെടുകയും ചെയ്യുന്നതാണ് നാം ആനിമേഷനിൽ കാണുന്നത്. ഇതാണ് നാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു. സാധാരണ നിലയ്ക്ക് നമുക്ക് കോറില്ലാതെ ഈ ഒരു പ്രവർത്തനം കാര്യമായി നടക്കില്ല. അതുകൊണ്ട് തന്നെ തത്വത്തിൽ നാം രണ്ട് കമ്പിച്ചുറ്റ് എന്ന് പറയുമെങ്കിലും അതിനിടയിൽ ഒരു കോറ് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോറിൽ ചുറ്റിയെടുത്തിട്ടുള്ള രണ്ട് കമ്പിച്ചുറ്റുകളെയാണ് നാം ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോർമറിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ട്രാൻസ്ഫോർമറിലേതുപോലെ രണ്ട് കമ്പിച്ചുറ്റുകൾ നിങ്ങൾക്ക് ഈ ആനിമേഷനിൽ കാണാമല്ലോ. ഒന്നാമത്തെ കമ്പിച്ചുറ്റിൽ 10 വോൾട്ട് AC നൽകിയിരിക്കുന്നു.
ആ ഒന്നാമത്തെ കമ്പിച്ചുറ്റിനെ നമുക്ക് പ്രൈമറി കോയിൽ എന്ന് വിളിക്കുകയാണെങ്കിൽ നാം പ്രൈമറി കോയിലിൽ നൽകിയിരിക്കുന്നത് 10 വോൾട്ട് AC 5 ടേണുകളിലാണ്, അതായത് 5 ചുറ്റുകളിലാണ് 10 വോൾട്ട് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ആ 5 ചുറ്റുകൾക്ക് അഗ്രങ്ങളിൽ നൽകുന്ന 10 വോൾട്ട് തുല്യമായ വോൾട്ടായി ഓരോ ചുറ്റിലും അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ അവിടെ 5 ചുറ്റുകളിൽ 10 വോൾട്ട് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ഓരോ ചുറ്റിലും നമുക്ക് അനുഭവപ്പെടുന്നത് 2 വോൾട്ട് ആയിരിക്കും. ഇത് മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഒരു സാധാരണ നേരത്തെ പ്രതിരോധകങ്ങളെ ശ്രേണിയിൽ പറഞ്ഞതുപോലെ തന്നെ ആ പ്രതിരോധത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ അഗ്രങ്ങളിൽ അനുഭവപ്പെടുന്ന വോൾട്ടത എന്ന് പറഞ്ഞതുപോലെ ഓരോ ടേണിലും അനുഭവപ്പെടുന്ന വോൾട്ടത ആകെ നൽകിയ വോൾട്ടിനെ നാം ടേൺ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും ഓരോ ടേണിലെയും ചുറ്റിലെയും വോൾട്ടത. അപ്പോൾ 10 വോൾട്ട് 5 ചുറ്റിലായിട്ട് നൽകി കഴിഞ്ഞാൽ ഒരു ചുറ്റിൽ നമുക്ക് 2 വോൾട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇതുകൊണ്ടുള്ള കാന്തിക മണ്ഡലമാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ മാറ്റം അതേ എണ്ണം കമ്പിച്ചുറ്റുകൾ നാം സെക്കൻഡറിയിൽ വയ്ക്കുകയും കാന്തിക മണ്ഡലത്തിന് യാതൊരുവിധ നഷ്ടവും ഉണ്ടാകുന്നില്ല. ഒന്നാമത്തെ കമ്പിച്ചുറ്റിലുള്ള എല്ലാ കാന്തിക മണ്ഡലത്തിനും രണ്ടാമത്തെ കമ്പിച്ചുറ്റിൽ വ്യതിയാനം സംഭവിക്കുന്നു എങ്കിൽ അതേ വോൾട്ടത 5 ചുറ്റുള്ള രണ്ടാമത്തെ കമ്പിച്ചുറ്റിലും രൂപപ്പെടും. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ടേണിൽ എത്ര വോൾട്ട് ഉണ്ടാവും? 2 വോൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ പ്രൈമറി ചുറ്റിലുള്ള കാന്തിക മണ്ഡലം അതേപോലെ വ്യതിയാനം സംഭവിച്ചാൽ ഒരു ടേണിൽ നമുക്കുണ്ടാകാവുന്നത് 2 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന രണ്ടാമത്തെ കമ്പിച്ചുറ്റ് നമുക്ക് വേണമെങ്കിൽ അതിനെ സെക്കൻഡറി എന്ന് വിളിക്കാം. ട്രാൻസ്ഫോർമറിലാവുന്ന സമയത്ത് നമ്മളതിനെ സെക്കൻഡറി എന്നാണ് വിളിക്കുന്നത്. അതിൽ എത്ര ടേണുകളാണ് ഉള്ളത്? എത്ര ചുറ്റുകളാണ് ഉള്ളത്? 3 ചുറ്റുകൾ അല്ലേ? 1, 2, 3 ചുറ്റുകൾ. അപ്പോൾ 3 ചുറ്റുകളിലേക്ക് നമുക്ക് എത്ര വോൾട്ടത പ്രേരണം ചെയ്യാൻ മാത്രമുള്ള കാന്തിക മണ്ഡലം അവിടെ ഉണ്ട്? 10 വോൾട്ടിനനുസരിച്ച് രൂപപ്പെട്ട കാന്തിക മണ്ഡലം ഒരു ടേണിൽ വ്യതിയാനം സംഭവിച്ചാൽ നമുക്ക് 2 വോൾട്ട് എന്ന് പറയാം. കാരണം 10 വോൾട്ട് നമ്മൾ ഒരു ടേണിൽ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്കൊരു ടേണിൽ 2 വോൾട്ടാണ് ലഭ്യമായി. അതിനനുസൃതമായിട്ടുള്ള കാന്തിക മണ്ഡലമാണ് അതിന് ചുറ്റിലും രൂപപ്പെട്ടിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ അതേ കാന്തിക മണ്ഡലം ഒരു ടേണിൽ വ്യതിയാനം സംഭവിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 വോൾട്ട് കിട്ടും. അപ്പോൾ അവിടെ 3 ടേണുകൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര വോൾട്ട് കിട്ടും? 6 വോൾട്ടായിട്ട് അത് കുറയും. പറഞ്ഞു മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? നമുക്കിപ്പോൾ 5 ചുറ്റുകൾക്ക് പകരം രണ്ടാമത്തെ സെക്കൻഡറിയിൽ നമ്മൾ 10 ചുറ്റുകൾ വെച്ചിരുന്നെങ്കിലോ? അപ്പോൾ ഒരു ടേണിൽ 2 വോൾട്ട് ലഭ്യമാകുമെങ്കിൽ നമുക്ക് 10 ടേണിൽ 20 വോൾട്ട് ലഭ്യമാവും. ഇതാണ് ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഏറ്റവും ലളിതമായ പ്രവർത്തനം. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. നമുക്ക് നോക്കാം, ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് ഒരു ചലിക്കാത്ത ഒരു സംവിധാനമാണ്. ഒരു പച്ചിരുമ്പ് കോറിൻ്റെ മുകളിലുള്ള 2 കമ്പിച്ചുറ്റുകളാണ്. ഇതിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് പ്രൈമറി കമ്പിച്ചുറ്റ് അഥവാ പ്രൈമറി വൈൻഡിങ്, രണ്ടാമത്തത് സെക്കൻഡറി വൈൻഡിങ് അല്ലെങ്കിൽ സെക്കൻഡറി കമ്പിച്ചുറ്റ്, മൂന്നാമത്തത് പച്ചിരുമ്പ് കോർ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏതാണ് ഈ പ്രൈമറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണോ നമ്മൾ ഇൻപുട്ട് വോൾട്ടത കൊടുക്കുന്നത്, നമുക്കറിയാം ഒരു വോൾട്ടതയിൽ വ്യത്യാസം പെടുത്താൻ വേണ്ടിയിട്ടാണ് നാം നൽകുന്ന AC-യുടെ വോൾട്ടതയിൽ വ്യത്യാസപ്പെടുത്തി പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് കമ്പിച്ചുറ്റിലാണോ നാം വോൾട്ടത ഇൻപുട്ട് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭാഗം അവിടെയുള്ള കമ്പിച്ചുറ്റുകളെയാണ് നമ്മൾ പ്രൈമറി കമ്പിച്ചുറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എവിടെ നിന്നാണോ നാം വോൾട്ടത പുറത്തോട്ടെടുക്കുന്നത് ആ ഭാഗത്തുള്ള കമ്പിച്ചുറ്റിനെയാണ് നാം സെക്കൻഡറി കമ്പിച്ചുറ്റ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി കമ്പിച്ചുറ്റുള്ളത് ഔട്ട്പുട്ട് ഭാഗത്തായിരിക്കും, അതുപോലെ തന്നെ പ്രൈമറി കമ്പിച്ചുറ്റുള്ളത് ഇൻപുട്ട് ഭാഗത്തായിരിക്കും. അപ്പോൾ ദ കോയിൽ അറ്റ് ദ ഇൻപുട്ട് side is called primary and the coil at the output side is called secondary. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു പച്ചിരുമ്പ് കോറുമാണ് അവിടെ ഉണ്ടാവുക. അവിടെ നടക്കുന്ന പ്രവർത്തനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നടക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ നമുക്ക് പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന വൈദ്യുതിയെ സെക്കൻഡറിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, കമ്പിച്ചുറ്റുകളുടെ എണ്ണം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് വോൾട്ടത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ
ട്രാൻസ്ഫോർമറുകൾ പ്രധാനമായിട്ട് 2 തരത്തിൽ ഉണ്ട്. ഒന്ന് വോൾട്ടത ഉയർത്തുന്ന ട്രാൻസ്ഫോർമർ, അല്ലെങ്കിൽ ദ ട്രാൻസ്ഫോർമർ വിച്ച് ഇൻക്രീസ് ദ വോൾട്ടേജ്, അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് വോൾട്ടത താഴ്ത്തുന്ന ട്രാൻസ്ഫോർമർ, അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലുമുള്ള കമ്പിച്ചുറ്റുകളുടെ എണ്ണം, അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി കമ്പിച്ചുറ്റുകളെ N1 എന്നും സെക്കൻഡറി കമ്പിച്ചുറ്റുകളെ N2 എന്നും നമ്മൾ വിളിക്കുകയാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം NP, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി NP, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അതായത് NS, അങ്ങനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജിന് അങ്ങനെ ഒരു പേര് കൊടുക്കാം. നമുക്ക് എങ്ങനെ കൊടുക്കാം? നമുക്ക് അതായത് പ്രൈമറിയിലുള്ള വോൾട്ടേജ്, അതായത് VP വോൾട്ടേജ് ഇൻ പ്രൈമറി, VS വോൾട്ടേജ് ഇൻ സെക്കൻഡറി, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയല്ലോ. അതായത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജ്, അതായത് VSഉം VPയും, പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജ് VPയും VSഉം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെയുള്ള കമ്പിച്ചുറ്റുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വോൾട്ടേജിൻ്റെ അനുപാതം എന്ന് പറയുന്നത് കമ്പിച്ചുറ്റിൻ്റെ അനുപാതമാണെന്ന് നേരത്തെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പ്രൈമറിയിൽ എത്ര കമ്പിച്ചുറ്റുണ്ടോ അത്ര തന്നെ കമ്പിച്ചുറ്റാണ് സെക്കൻഡറിയിലെങ്കിൽ അതേ വോൾട്ടതയാണ് നമുക്ക് സെക്കൻഡറി കിട്ടുക. പ്രൈമറിയിലെ പകുതി കമ്പിച്ചുറ്റുകളാണ് സെക്കൻഡറി എങ്കിൽ പ്രൈമറിയിലെ വോൾട്ടതയുടെ പകുതി കിട്ടും. പ്രൈമറിയിലുള്ള കമ്പിച്ചുറ്റുകളുടെ ഡബിൾ, അതായത് ട്വൈസ് ആണ് സെക്കൻഡറിയിലെങ്കിൽ അവിടെ നമുക്ക് 2 മടങ്ങ് വോൾട്ടത കിട്ടും. ഇതാണ് നാം ഇത്രയും നേരം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കമ്പിച്ചുറ്റുകളും വോൾട്ടതയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും. എന്താണ് ബന്ധം? NS/NP = VS/VP. ഈ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ മറ്റു 3 കാര്യങ്ങൾ നമുക്കറിയാം. മൂന്നാമത്തെ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും കമ്പിച്ചുറ്റുകളുടെ എണ്ണം നമുക്കറിയാം, പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് നമുക്കറിയാമെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് മറ്റു ഉദാഹരണങ്ങൾ കൂടുതൽ വ്യക്തമാക്കാം. അപ്പോൾ ഇത്രയും നേരെയുള്ള നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? നമ്മൾ പ്രധാനമായിട്ട് വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പിച്ചുറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി മറ്റൊരു കമ്പിച്ചുറ്റിൽ എത്തിക്കുന്നത്, അല്ലേ? ഈ പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്നത് എന്തായിരുന്നു? മ്യൂച്വൽ ഇൻഡക്ഷൻ. കാരണം എന്താണ്? കാരണം ഒരു കമ്പിച്ചുറ്റിലാണ് കാന്തിക മണ്ഡലത്തിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നത്. അതിലേക്കാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സോഴ്സുമായിട്ട് അത് മാത്രമേ നമ്മൾ ബന്ധിപ്പിക്കുന്നുള്ളൂ. അവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിൻ്റെ ഡീവിയേഷൻ കൊണ്ട്, വ്യതിയാനം കൊണ്ട് മറ്റൊരു കമ്പിച്ചുറ്റിൽ, അതുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടില്ലാത്ത, കണക്ഷൻ കൊടുത്തിട്ടില്ലാത്ത, ബന്ധിപ്പിച്ചിട്ടില്ലാത്ത മറ്റൊരു കമ്പിച്ചുറ്റിൽ നമുക്ക് വൈദ്യുതി അല്ലെങ്കിൽ EMF എത്തിക്കാൻ കഴിയുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ അടുത്തടുത്ത് വന്നിരിക്കുന്ന 2 കമ്പിച്ചുറ്റുകളിൽ ഒരു കമ്പിച്ചുറ്റിലുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ മാറ്റം കൊണ്ട് മറ്റേ കമ്പിച്ചുറ്റിൽ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ശരിക്കും ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്, ഒരു പ്രത്യേക കേസായിട്ട് നമുക്കിതിനെ പറയാം, അല്ലേ? ദാറ്റ് ഈസ് ഇഫ് ദ ഫ്ലക്സ് ഈസ് ഡീവിയേറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് എ കോയിൽ, the EMF is produced in another coil placed nearby it due to electromagnetic induction. This process is called mutual induction. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് നമുക്ക്, അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് ഒരു കമ്പിച്ചുറ്റിൽ നിന്ന് മറ്റൊരു കമ്പിച്ചുറ്റിലേക്ക് വൈദ്യുതി എത്തിക്കാൻ മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി. എന്തിനൂടി പറ്റും? കമ്പിച്ചുറ്റിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് വോൾട്ടത കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന കമ്പിച്ചുറ്റിനെ എന്ത് വിളിച്ചിരുന്നു? പ്രൈമറി കമ്പിച്ചുറ്റ്, അല്ലേ? പ്രൈമറി കോയിൽ. വൈദ്യുതി നമ്മൾ പുറത്തോട്ട് എടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? സെക്കൻഡറി കോയിൽ. അതാണ് ഔട്ട്പുട്ട് കോയിൽ. അപ്പോൾ ഇൻപുട്ട് കോയിലും ഔട്ട്പുട്ട് കോയിലും 2 കോയിൽ ഉണ്ടാവും. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് AC-യുടെ വോൾട്ടത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോമറുകളിൽ പ്രയോജനപ്പെടുത്തുന്നത്. AC വൈദ്യുതിയുടെ വോൾട്ടത കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ്, ഡിവൈസാണ് എന്ത്? നമ്മുടെ ട്രാൻസ്ഫോമറുകൾ. അപ്പോൾ 2 തരം ട്രാൻസ്ഫോമറുകൾ നമുക്കുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, വോൾട്ടത കൂട്ടും ട്രാൻസ്ഫോർമറും വോൾട്ടത കുറയ്ക്കും ട്രാൻസ്ഫോർമറും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോർമറിൽ കൊടുത്ത് നമുക്കിങ്ങനെ വോൾട്ടേജ് കൂട്ടി എത്ര വേണമെങ്കിലും. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു സംശയമാണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, അല്ലേ? പൊട്ടൻഷ്യൽ വ്യത്യാസം കൊണ്ട് മാത്രം വൈദ്യുതിയുടെ എല്ലാ ശക്തിയും അതിന് കിട്ടില്ല.
അതിന് എന്തും കൂടി വേണം, കറണ്ട് കൂടി വേണം. കാരണം നമുക്കറിയാം ഇലക്ട്രിക് പവർ P = V × I ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. അപ്പോൾ വോൾട്ടേജ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ചാർജിൻ്റെ എണ്ണം. നമ്മൾ പറഞ്ഞു ഒരു വലിയ വിതാനത്തുനിന്ന് വെള്ളം ചാടി താഴോട്ട് വീഴുകയാണ്, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്, ഉയരം ഒരു വലിയ ഘടകമാണ് അല്ലേ. അതേപോലെ തന്നെ വീഴുന്ന വെള്ളത്തിൻ്റെ അളവും, ഇപ്പോൾ 1 ഇഞ്ച് പൈപ്പിലൂടെ വീഴുന്ന വെള്ളത്തിൻ്റെ ശക്തി ആയിരിക്കും അതേ ഉയരത്തു നിന്ന് ഒരു 10 ഇഞ്ച് പൈപ്പിലൂടെ അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് പൈപ്പിലൂടെയൊക്കെ വരുന്ന വെള്ളത്തിന് അല്ല. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. ഇതേപോലെയാണ് വൈദ്യുതോർജ്ജത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈദ്യുതോർജ്ജത്തിൻ്റെ ശക്തി അല്ലേ, പവർ അല്ലെങ്കിൽ ദ എബിലിറ്റി ടു ഡു വർക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം, അവൻ്റെ വരുന്ന ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം വലുതായാൽ ശക്തി വലുതായിരിക്കും. അതേപോലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും, അതായത് ചാർജിൻ്റെ അളവ് കൂടുമ്പോഴും ശക്തി. അപ്പോൾ പവർ P = V × I. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമറിൽ എന്ത് മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ, V മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. I വർദ്ധിപ്പിക്കാൻ പറ്റുമോ, ഇല്ല. I വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കൂടുതൽ ചാർജ് ഉൽപ്പാദിപ്പിച്ച് തന്നെ കടത്തിവിടണം. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് വേണം, നമുക്ക് പവർ P = V × I ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് വൈദ്യുതിയുടെ അളവ്, വൈദ്യുതോർജ്ജം വർദ്ധിപ്പിക്കാൻ ഒരിക്കലും ട്രാൻസ്ഫോർമറുകൾ പ്രയോജനപ്രദമല്ല. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ടു ഇൻക്രീസ് ദ ഇലക്ട്രിക് പവർ. ഇറ്റ് ക്യാൻ ഓൺലി ഇൻക്രീസ് ദ ഇലക്ട്രിക് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ AC. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ നമുക്ക് ട്രാൻസ്ഫോർമറിൻ്റെ കമ്പിച്ചുറ്റുകളുടെ എണ്ണവും വോൾട്ടതയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനുള്ള ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യമായി നമ്മുടെ പ്രൈമറി കമ്പിച്ചുറ്റിൻ്റെ എണ്ണവും സെക്കൻഡറി കമ്പിച്ചുറ്റിൻ്റെ എണ്ണവും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്. പ്രൈമറിയിൽ നമുക്ക് 100 വോൾട്ട് കമ്പിച്ചുറ്റുകൾ, പ്രൈമറിയിൽ 100 കമ്പിച്ചുറ്റുകളുണ്ട്. അപ്പോൾ സെക്കൻഡറിയിലും 100 കമ്പിച്ചുറ്റുകളാണ് ഉള്ളത്. അപ്പോൾ പ്രൈമറിയിലും സെക്കൻഡറിയിലും 100 കമ്പിച്ചുറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൈമറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടത 100 കമ്പിച്ചുറ്റുകളായി തുല്യമായി വീതിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ 100 വോൾട്ടാണ് പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓരോ ടേൺസിൽ നമുക്ക് 1 വോൾട്ട് ലഭ്യമാകും എന്നർത്ഥം. ഇതേ കാന്തിക മണ്ഡലം യാതൊരുവിധ നഷ്ടവുമില്ലാതെ പൂർണ്ണമായും സെക്കൻഡറിയിൽ വിച്ഛേദിക്കപ്പെടുകയാണെങ്കിൽ ഒരു ടേണിൽ നമുക്ക് 1 വോൾട്ട് കിട്ടും. അപ്പം 100 പ്രൈമറിയിലും 100 സെക്കൻഡറിയിലും വെച്ചാൽ ഇതൊരു ട്രാൻസ്ഫോമറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ പ്രൈമറിയിലുള്ള വോൾട്ടത അതേപടി സെക്കൻഡറിയിൽ എത്തിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന സെക്കൻഡറി വോൾട്ടതയും എത്രയായിരിക്കും, 100 വോൾട്ട് ആയിരിക്കും. എന്നാൽ നമ്മൾ പ്രൈമറിയുടെ ഇത് 100 ആയിട്ടും സെക്കൻഡറിൻ്റെത് നമ്മൾ 50 ആയിട്ട് കുറയ്ക്കുകയെന്ന് കരുതുക. അപ്പോൾ സെക്കൻഡറിയുടെ കമ്പിച്ചുറ്റ് ഘടന നമ്മൾ 50 ആക്കി കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈമറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന 100 വോൾട്ട് ആണെങ്കിൽ ആ പ്രൈമറിയിലുള്ള വോൾട്ടത ഒരു ടേണിൽ 1, അതിനനുസരിച്ച് കാന്തിക ക്ഷേത്രം ഒരു ടേണിൽ യാതൊരുവിധ നഷ്ടവുമില്ലാതെ വ്യതിയാനം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം നടത്തിയാൽ 1 വോൾട്ട് ലഭ്യമാവും. അപ്പം നമുക്ക് സെക്കൻഡറിയിൽ 50 ചുറ്റുകളാണ് ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് 50 വോൾട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത് വോൾട്ടത കുറയ്ക്കുന്ന ഒരു ട്രാൻസ്ഫോർമറാണ് എന്നർത്ഥം. അപ്പോൾ സെക്കൻഡറിയിൽ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ അത് വോൾട്ടത കുറയ്ക്കുന്ന ട്രാൻസ്ഫോർമറായി മാറുന്നു. ഇതിനെയാണ് നാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ അപ്പോൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ പ്രൈമറിയിൽ 100 കമ്പിച്ചുറ്റുകളാണ് ഉള്ളതെങ്കിൽ സെക്കൻഡറിയിൽ നമുക്ക് 200 കമ്പിച്ചുറ്റുകൾ വെക്കാം. അപ്പോൾ നാം പ്രൈമറിയിൽ 100 വോൾട്ട് കൊടുത്താൽ സെക്കൻഡറിയിൽ എത്ര വോൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ടേണിൽ നമ്മുടെ ഇതേ കാന്തിക മണ്ഡലം വ്യതിചലിച്ചാൽ നമുക്ക് 1 വോൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് 200 ടേണിൽ 200 കമ്പിച്ചുറ്റുകൾ ഈ കാന്തിക മണ്ഡലം പൂർണ്ണമായും വ്യതിയാനം സൃഷ്ടിക്കപ്പെട്ടാൽ നമുക്ക് 200 വോൾട്ട് ലഭ്യമാകും. എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണ്. അടുത്തത് നമുക്ക് സെക്കൻഡറിയിൽ 300 ടേണുകളാക്കി മാറ്റി നോക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, പ്രൈമറിയിലുള്ളതിൻ്റെ 3 ഇരട്ടി ടേണ് സെക്കൻഡറിയിൽ വരുമ്പോൾ സ്വാഭാവികമായും പ്രൈമറിയിൽ നാം അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ 3 ഇരട്ടി അതായത് 300 വോൾട്ട് നമുക്ക് സെക്കൻഡറിയിൽ നിന്നും ലഭ്യമാകും. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡറിയിൽ 400 ആക്കി നോക്കിയാലോ, അപ്പോൾ നമുക്ക് 4 ഇരട്ടി കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ എന്താണ് മനസ്സിലാവുന്നത്, പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും കമ്പിച്ചുറ്റുകളുടെ എണ്ണം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക്
2 തരം ട്രാൻസ്ഫോർമറുകളെ നിർമ്മിക്കാൻ പറ്റും. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, വോൾട്ടത ഉയർത്തും ട്രാൻസ്ഫോർമർ. മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ അഥവാ വോൾട്ടത താഴ്ത്തും ട്രാൻസ്ഫോർമർ. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ഇൻ്ററാക്റ്റീവ് ആനിമേഷനിൽ നമ്മുടെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിലും സെക്കൻഡറിയിലും 300 ആയപ്പോൾ ട്രാൻസ്ഫോർമർ എന്ന് മാത്രമാണ് എഴുതി കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ സെക്കൻഡറിയുടെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്നായി മാറിയിട്ടുണ്ടാവും. കാരണം ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറവാണ്. പ്രൈമറിയെ അപേക്ഷിച്ച് സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞ തരം ട്രാൻസ്ഫോർമറുകളാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. ഇൻ എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ലെസർ ദാൻ ദാറ്റ് ഇൻ ദ പ്രൈമറി. ഓക്കെ, ഇനി നമ്മൾ അതിൽ മാറ്റം വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. മാറ്റം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്നും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. എപ്പോഴാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആവുക? പ്രൈമറിയിലുള്ളതിനേക്കാൾ കമ്പിച്ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയിൽ കൂടുമ്പോഴാണ് അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറായിട്ട് മാറുന്നത്. അപ്പോൾ ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ദ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് മോർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ഫോർമർ വോൾട്ടേജിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ വർദ്ധിപ്പിക്കാൻ ഒരു ട്രാൻസ്ഫോർമറിന് കഴിയില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഊർജ്ജത്തെ പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അപ്പോൾ ഇൻപുട്ടിൽ നാം നൽകിയ പവർ എത്രയാണോ അത്ര പവർ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ സ്വാഭാവികമായും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിൽ വോൾട്ടത കൂടുമ്പോൾ അവിടെ കറണ്ട് കുറയും. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിൽ വോൾട്ടത കുറയുമ്പോൾ അവിടെ കറണ്ട് കൂടും. അപ്പോൾ ഇത് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ കണക്ട് ചെയ്യുന്ന ലോഡിനനുസരിച്ചാണ് എങ്കിലും അതിന് ലഭ്യമാക്കാൻ പറ്റുന്ന കറണ്ടിൻ്റെ അളവ് സ്വാഭാവികമായും കുറയുകയും കൂടുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രൈമറിയിലുള്ള പവർ നമുക്കറിയാം, പ്രൈമറിയിലെ പവർ P = പ്രൈമറിയിലെ വോൾട്ടേജ്. പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VP × IP. അതുപോലെ തന്നെ സെക്കൻഡറിയിലെ പവർ എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറിയിലെ വോൾട്ടേജ്, അതായത് VS × IS, അവിടെയുള്ള കറണ്ട് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് എവിടെയാണോ കൂടുന്നത് അവിടെ കറണ്ട് കുറയും എന്നുള്ളതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളിൽ എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ? സെക്കൻഡറിയിൽ. അവിടെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം വണ്ണം കുറഞ്ഞ കമ്പികൾ അവിടെ ഉപയോഗിച്ചാൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കറണ്ട് വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന കറണ്ട് പോലും നമ്മൾ ഇൻപുട്ടിലുള്ള അത്രയും കറണ്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വോൾട്ടത കുറയുകയാണ് സെക്കൻഡറിയിൽ. അപ്പോൾ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറവാണ്, വോൾട്ടേജ് കുറവാണ്. പക്ഷേ അവിടെ കറണ്ടിൻ്റെ അളവ് പരമാവധി വരാൻ സാധ്യതയുള്ളത് കൂടുതലാണ്. സ്വാഭാവികമായും നമ്മളവിടെ ഗേജ് കുറഞ്ഞ വണ്ണം കൂടിയ കമ്പി നാം ഉപയോഗിക്കേണ്ടി വരും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുട്ടികളോട് എളുപ്പത്തിന് വേണ്ടി എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, എണ്ണം കൂടുമ്പോൾ വണ്ണം കുറവ് മതി. വെൻ ദ തിക്നെസ് ഈസ് മോർ ദ നമ്പർ ഓഫ് ടേൺസ് ഈസ് ലെസ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജ് കൂടുകയാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? കറണ്ടിൻ്റെ അളവ് കുറവായതുകൊണ്ട് കമ്പിച്ചുറ്റിൻ്റെ വണ്ണം കുറവായാൽ മതി. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ദ കറണ്ട് ഈസ് more in the primary and less in the secondary, and in the step down transformer the current is more in the secondary and less in the primary. So അപ്പോൾ എവിടെയാണോ കറണ്ട് കൂടുതലുള്ളത് അവിടെ കൂടുതൽ നമുക്ക് തിക്നെസ് ഉള്ള, അതായത് ഗേജ് കുറഞ്ഞ കമ്പി ഉപയോഗിക്കണം എന്ന് അർത്ഥം. ഈ കാര്യം കൂടി നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതുപയോഗിച്ചുള്ള ഗണിതക്രിയകളെല്ലാം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അതോടൊപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും നേരം നാം ചർച്ച ചെയ്തപ്പോൾ ഉപയോഗിച്ച എല്ലാ ട്രാൻസ്ഫോർമറുടെയും ഘടനാ ചിത്രങ്ങളാണ്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ട്രാൻസ്ഫോർമർ ഉണ്ടാക്കുക. അതിൻ്റെ പൂർണ്ണമായും പ്രൈമറിയിലുള്ള ഫ്ലക്സിൻ്റെ വ്യതിയാനം പൂർണ്ണമായും സെക്കൻഡറിയിലേക്ക് കിട്ടാൻ വേണ്ടി, എന്നാൽ പോലും അവിടെ ലോസ് ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അത് നാം പരിഗണിക്കുന്നില്ല ഇപ്പോൾ എന്നേ ഉള്ളൂ. ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ നമ്മളത് പരിഗണിക്കും. അപ്പോൾ ആ ഒരു ഇത്
കിട്ടാൻ വേണ്ടി നമ്മൾ പ്രൈമറി ചുറ്റിൻ്റെ മുകളിലാണ് സെക്കൻഡറി ചുറ്റുന്നത്. അത് കൈകൊണ്ട് ചുറ്റിയെടുക്കാം. അതുപോലെ യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രങ്ങളിൽ നമുക്ക് എത്ര കമ്പി ചുറ്റണം എന്നുള്ളത് തീരുമാനിക്കാനടക്കം യന്ത്രങ്ങളുണ്ട്. അത്രയും ലളിതമായിട്ട് നമുക്കൊരു ട്രാൻസ്ഫോർമർ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമർ നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ട്രാൻസ്ഫോർമറുടെ യഥാർത്ഥ ഘടന എന്നുള്ളത്.